ഉദ്ഹിയ്യത്ത് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. അതിസമ്പന്നന്മാരായ ആളുകളാണ് ഉദ്ഹിയ്യത്ത് നടത്തേണ്ടത് എന്ന് നമ്മൾ വിചാരിച്ചു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം ഉദ്ഹിയ്യത്ത് നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഇക്കൊല്ലം ഉദ്ഹിയ്യത്ത് ഇല്ല എന്നും വിചാരിച്ചിട്ടുണ്ട്. ആ രണ്ട് വിചാരങ്ങളും തെറ്റാണ്. പെരുന്നാൾ ദിവസം നമ്മൾക്കും നമ്മളെ ആശ്രയിച്ചു കഴിയുന്ന ആളുകൾക്കും ചെലവിനുള്ളതൊക്കെയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരാടിനെ വാങ്ങിയിട്ട് അറുത്തു കൊടുക്കാനുള്ള പൈസ എന്റെ കയ്യിലുണ്ടെങ്കിൽ നിനക്ക് ഉദ്ഹിയ്യത്ത് ശക്തമായ സുന്നത്താണ്, അതിനെ ഉപേക്ഷിക്കൽ കറാഹത്തുമാണ്. അതാണ് ശാഫിഈ മദ്ഹബ്. ഹനഫി മദ്ഹബ് കുറച്ചുകൂടി ഗൗരവമാണ്. ഹനഫി മദ്ഹബ് കുറച്ചുകൂടി ഗൗരവമാണ്. കാരണം ഉദ്ഹിയ്യത്ത് അത്രയേറെ പുണ്യമുള്ള ഒരു കർമ്മമാണ്. 7 പുണ്യങ്ങളെ ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. സയ്യിദത്തുനാ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പെരുന്നാളിന്റെ ദിവസം അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ബലിയറുക്കലാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ പെരുന്നാൾ നിസ്കാരം, ആ നിസ്കാരം നമ്മളെല്ലാവരും നിർവഹിക്കാറുണ്ട്. വലിയ പെരുന്നാളിന്റെ ദിവസം വളരെ പവിത്രമായ ദിവസമാണ്. ആ ദിവസം അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്? അത് ഉദ്ഹിയ്യത്താണ്. രണ്ടാമത്തെ പുണ്യമോ മഹദിയായ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, മോളെ ഫാത്തിമ, ഉദ്ഹിയ്യത്ത് അറുക്കുന്ന മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എത്രയാണെന്നറിയോ? ബലി അറുക്കുന്ന നേരത്ത് ആ ബലിമൃഗത്തിന്റെ രക്തം ഭൂമിയിലേക്ക് പതിക്കുന്ന ഉടനെ അവൻ ചെയ്തു പോയ സകല ദോഷങ്ങളും പൊറുക്കപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ചു നോക്കൂ, എത്ര വലിയ അമലാണ്. സദഖയുടെയും മേലെ നിൽക്കുന്ന അമലാണ് ഉദ്ഹിയ്യത്ത് എന്ന് ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. കാരണം ബലിമൃഗത്തിന്റെ രക്തം ഭൂമിയിലേക്ക് ഒലിക്കുന്ന സമയം ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തു വെച്ച എല്ലാ അപരാധങ്ങളും അല്ലാഹു തആല പുറത്തു നൽകുമെന്ന് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയോട് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് നബിയെ ഉദ്ഹിയ്യത്ത്? ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുന്നത്തു അബീകും ഇബ്രാഹിം, എന്റെ ഉപ്പയായ നമ്മുടെ ഉപ്പയായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം അവിടുത്തെ സുന്നത്താണ് ഉദ്ഹിയ്യത്ത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. അതോടൊപ്പം തന്നെ അല്ലാഹുവിന്റെ പ്രവാചകന്മാരിലെ അത്യുന്നതരായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സുന്നത്തുമാണ്. മൂന്നാമത്തെ പുണ്യം അതാണ്. 2 നബിമാരുടെ സുന്നത്തുകളെ ജീവിതത്തിൽ ഹയാത്താക്കിയ പ്രതിഫലം നമുക്ക് കിട്ടാനുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ബലിയറുക്കുന്ന മൃഗത്തിന്റെ രോമങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് നിങ്ങൾക്ക് പുണ്യം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 4 അറുക്കപ്പെടുന്ന മൃഗത്തിന്റെ രോമത്തിന്റെ എണ്ണത്തിനനുസരിച്ച് നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്ന കർമ്മമാണ്. അഞ്ചാമതായി പറഞ്ഞു, ഉദ്ഹിയ്യത്തിന്റെ മൃഗങ്ങളെ നിങ്ങൾ ആദരിക്കണം. കാരണം നിങ്ങൾക്ക് സിറാത്ത് പാലം കടക്കാൻ അല്ലാഹു തആല നൽകുന്ന വാഹനമാണ് നിങ്ങൾ ബലിയറുക്കുന്ന മൃഗങ്ങളെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആറാമതായി പറഞ്ഞു, നരകത്തിൽ നിന്നും നിങ്ങൾക്കും നരകത്തിനും ഇടയിലുള്ള ഹിജാബാണ് ഉദ്ഹിയ്യത്ത് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം തബറാനി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. നിങ്ങൾക്കും നരകത്തിനുമിടയിലുള്ള മറയാണത്, അതുകൊണ്ട് നിങ്ങൾ ഉദ്ഹിയ്യത്ത് അറുക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 7ാമത്തെ പ്രതിഫലം പറഞ്ഞത് കാണാം, ഉദ്ഹിയ്യത്ത് അറുക്കുന്ന ഒരു മനുഷ്യന് അവന്റെ മീസാനിൽ 70 ഇരട്ടി കനമുള്ള അമലായി അത് തൂങ്ങുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രധാനപ്പെട്ട 7 ഗുണങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇതിലേതാണ് നമുക്ക് വേണ്ടാത്തത്? പാപങ്ങൾ പുറത്തു പോകും, നാളെ നരകത്തെ തൊട്ട് കാവൽ കിട്ടും, സിറാത്ത് ിലൂടെ സഞ്ചരിക്കാൻ ഒരു വാഹനം ഉണ്ടാവും, മീസാനിൽ 70 ഇരട്ടിയായി കനം തൂങ്ങും, അതിന്റെ രോമങ്ങൾക്കനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം നൽകും. ആലോചിച്ചു നോക്കൂ വിശ്വാസികളെ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കർമ്മം ചെയ്യാനും 2 നബിമാർ അവരുടെ ജീവിതത്തിൽ ചെയ്തിരുന്ന ആ ചര്യയെ പിൻപറ്റാനും കിട്ടുന്ന പ്രതിഫലം, ഇതിലേതാണ് നമുക്ക് വേണ്ടാത്തത്? നമുക്കൊക്കെ പല ആളുകളും കഴിവുള്ളവരുണ്ടാവും. പലരും വിചാരിക്കും 2 വർഷം മുമ്പ് ഉദ്ഹിയ്യത്ത് അറുത്തല്ലോ. ദുനിയാവിൽ ഉദ്ഹിയ്യത്തിനേക്കാൾ താഴ്ന്ന ചില കാര്യങ്ങൾക്ക് നൽകുന്ന പ്രത്യേകത പോലും പലപ്പോഴും നമ്മൾ ഉദ്ഹിയ്യത്തിന് നൽകാറില്ല. ഉദ്ഹിയ്യത്ത് വലിയ പുണ്യമുള്ള കർമ്മമാണ്. അതിൽ നിന്ന് വിട്ടുപോകരുത്. നമുക്കതിന് കഴിവുണ്ടെങ്കിൽ അതിനെ തൊട്ടകന്നു പോയാൽ അത് ശക്തമായ കറാഹത്തിന്റെ ഗണത്തിൽ പെട്ടുപോകും. ഉദ്ഹിയ്യത്ത് അറുക്കേണ്ടി വരുമ്പോ പ്രിയപ്പെട്ട വിശ്വാസികളെ, അള്ളാഹുവിനെ സമർപ്പിച്ചുകൊണ്ട് ഉദ്ഹിയ്യത്ത് അറുക്കുമ്പോ സാധാരണ ഒരു മൃഗത്തെ വാങ്ങി അറുത്തു കൊടുക്കുന്നത് പോലെ അല്ല.
സാധാരണ ഒരു മൃഗത്തെ വാങ്ങുക, അതിനെ അറുത്തു കൊടുക്കുക, അങ്ങനെയല്ല. ആട്, മാട്, ഒട്ടകം, ഇതാണ് ഉദ്ഹിയ്യത്തിനു വേണ്ടിയുള്ള മൃഗങ്ങൾ. അല്ലാതെ